ഈ മൗണ്ട് എവറസ്റ്റ് കയറാനുള്ള കാരണം അത് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള പ്രിപ്പറേഷൻ എടുക്കാതെ ഒരിക്കൽ എടുത്ത് ചാടി പുറപ്പെട്ടതാണെന്ന് കേട്ടിരിക്കുന്നു. അതെ. എങ്ങനെയാണ് അതിൻ്റെ പിന്നിലുള്ള കഥ? അതൊരു വലിയ സ്റ്റോറിയാണ്. ഞാൻ നാട്ടിൽ ഗവൺമെൻറ് ജോലിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ എനിക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടി, ഞാനവിടെ വന്നു. അതിൻ്റെ കാരണം സിവിൽ സർവീസുകാരനാവണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു. ഒരു പോലീസുകാരനാവണമെന്നായിരുന്നു ആഗ്രഹം. അത് IPS കാരനാവണം. കാരണം എനിക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസൊക്കെ കിട്ടിയതായിരുന്നു. എനിക്ക് IPS കാരനാവണം എന്നുള്ള ആഗ്രഹത്തിന് ഞാൻ ഡൽഹിയിൽ വന്നു. 2-3 വർഷം കഠിനമായിട്ട് പ്രയത്നിച്ചു. അപ്പോൾ അത് പാസ്സാകാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്കത് പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും യാത്രകൾ ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഒരു പ്രാവശ്യം ഡാർജിലിങ്ങിലെത്തി. ഡാർജിലിങ്ങിൽ ഒരു മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, HMI, ഹിമാലയൻ മൗണ്ടനറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ടെൻസിംഗ് നോർഗെ അദ്ദേഹം സ്ഥാപിച്ചൊരു സ്ഥാപനമാണ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം കാണുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ പുറത്തൊരു ക്ലൈമ്പിംഗ് വാളുണ്ട്. അപ്പോൾ ആ ക്ലൈമ്പിംഗ് വാളിലൊക്കെ വലിഞ്ഞു കയറി ആദ്യമായിട്ടാണ്, 30 വയസ്സുള്ള സമയത്ത് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ ഇത് കാണുന്നത്. അപ്പോൾ അതിനോടൊരു കൗതുകം തോന്നി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇവിടെ എന്താണ്, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, ഇവിടെ ആർക്കാണ് പഠിക്കാൻ പറ്റുന്നതെന്നൊക്കെ. അഡ്മിഷൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. കാരണം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഉത്തരകാശിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ്. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടി അഡ്മിഷൻ എടുത്ത് 1 മാസത്തെ കോഴ്സ് ഞാൻ പഠിച്ചു. പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ക്ലൈം ചെയ്യേണ്ടത്, എങ്ങനെ സംഭവം അല്ല, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാ. ഈ കോഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാ. കൗതുകത്തിന്റെ പുറത്ത് പോയതാ. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മൗണ്ടനറിങ്ങിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത്ര നാളും വിചാരിച്ചിരിക്കുന്നത് ട്രക്കിങ് തന്നെയാണ് മൗണ്ടനറിങ്, അല്ലെങ്കിൽ ഇതുപോലെ വലിയ ക്ലൈംബേഴ്സൊക്കെ എന്താ പറയുക, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ എക്യുപ്മെൻറ്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ചിട്ടുമില്ല ഈ ഫീൽഡിനെ കുറിച്ച്. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ക്ലാരിറ്റി കിട്ടി. മൗണ്ടനേഴ്സ് എന്താണ് ചെയ്യുന്നത്, വാട്ട് ദേ ആർ ഡൂയിങ്, പിന്നെ ഹൗ വി ക്യാൻ ഡു മൗണ്ടനറിങ്. അപ്പോഴും എനിക്ക് എവറസ്റ്റ് ഒന്നും എൻ്റെ മനസ്സിലില്ല. അതാദ്യമേ ഞാൻ ചെയ്തു, 2017-18 സമയത്ത് ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് 2022 ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോകുന്നു. ആസാദി കാ അമൃത് മഹോത്സവം എന്നുള്ള പേരിൽ ആഘോഷിക്കാൻ പോകുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഡൽഹിയിൽ നല്ലൊരു സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് കൂടും, ഇരുന്ന് സംസാരിക്കുകയും ചർച്ചകൾ ചെയ്യുകയും ചെയ്യും. വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചർച്ചകളാണ് ആ സമയം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞാൽ 75ാമത് സ്വാതന്ത്ര്യ വാർഷികം വരികയാണ് 2022, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഓരോരുത്തർ ഓരോ ഐഡിയ പറഞ്ഞു. അപ്പോഴത്തെ ഞാൻ മൗണ്ടനറിൻ്റെ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു, എന്നാൽ പിന്നെ നീ എവറസ്റ്റ് കയറാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതൊരു കളിവാക്ക് പോലെ. നമുക്കിതൊരു ചിന്തയിലും ഇല്ലല്ലോ. എവറസ്റ്റ് കയറുക എന്ന് പറഞ്ഞാൽ മലയാളി, ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ എവറസ്റ്റ് പോകാൻ നേപ്പാളിൻ്റെ ഏതോ അറ്റത്തിരിക്കുന്ന ഒരു കൊടുമുടി, ലോകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കൊടുമുടി കയറുക എന്നുള്ള ചിന്ത എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല. അപ്പോൾ ആ ഒരു ചോദ്യം, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ചോദിച്ചത്. ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ 2-3 ദിവസം ആലോചിച്ചു. ശരിയാണല്ലോ, എന്നാൽ പിന്നെ അത് ട്രൈ ചെയ്തല്ലോ. കാരണം മൗണ്ടനറിങ് എന്താണെന്ന് ഞാൻ പഠിച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങി. പക്ഷേ ഇത്രയും വലിയൊരു എക്സ്പെഡീഷൻ എടുത്തു വെക്കാൻ എനിക്ക് ചെയ്യാനുള്ള ഫിസിക്കലി, മെൻ്റലി, പിന്നെ ഫിനാൻഷ്യലി ഉള്ള കണ്ടീഷൻ ആയിട്ടില്ല. ആ ഒരു ചോദ്യമാണ് ബേസിക്കലി എവറസ്റ്റിലേക്ക് എന്നെ എത്തിച്ചതെന്ന് ബേസിക്കലി പറയാം. അപ്പോൾ അതിനുശേഷം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നെ അതിന് വേണ്ടി ഏകദേശം ഒരു 5 years പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. 5 years പല ട്രെയിനിങ്ങുകൾ ചെയ്തു, പല മൗണ്ടൻസ് ഇന്ത്യയിലേക്ക് കയറി. അതൊക്കെ ഡൽഹിയിൽ തന്നെയാണോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ? ട്രെയിനിങ് ഒക്കെ എല്ലാം നമ്മുടെ ഹിമാലയ ഉള്ള സ്റ്റേറ്റ്സിലാണ്. ഉത്തരാഖണ്ഡിലും പിന്നെ ഹിമാചലിലും പിന്നെ ഡാർജിലിങ്ങിലും ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് മൗണ്ടൻസും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 5000 മീറ്റർ കയറി, 6000 കയറി, 7000 മീറ്റർ ഉണ്ട്, ഒരു സതോപന്ത് എന്ന് പറഞ്ഞൊരു പീക്കുണ്ട്. അപ്പോൾ അതും കൂടെ കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ ആഫ്രിക്കയിലെ ഹയസ്റ്റ് പീക്ക് മൗണ്ട് കിളിമഞ്ചാരോ കയറാൻ പോകുന്നത് 2021. മൗണ്ട് കിളിമഞ്ചാരോ എന്ന് പറയുന്നത് ഒരു ട്രക്കിംഗ് പീക്കാണ്. അപ്പോൾ ആൾക്കാരൊക്കെ എന്താ പറയുക, മൗണ്ട് കിളിമഞ്ചാരോ കീഴടക്കി എന്ന് പറയുമ്പോഴും അതൊരു 8 ദിവസം കൊണ്ട് സാധാരണ ഒരു ഫിറ്റ്നസ് ഉള്ള ഒരാൾക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താം. അത് കയറിയെന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ എവറസ്റ്റ് കയറുന്നതിൻ്റെ ഒരു 100 എഫേർട്ട് പോലും വേണ്ട. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എങ്ങനെ എവറസ്റ്റ് കയറാൻ പറ്റും?
നമ്മുടെ ബോഡി മൈൻഡ് എങ്ങനെ അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അങ്ങനെ ജോലിക്കിടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുക, ഡൽഹി കേരള ഹൗസിലെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത്. ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രിപ്പറേഷനും പ്ലാനിങ് എല്ലാം നടക്കുന്നത്. ഡൽഹിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ സിവിൽ സർവീസ് പഠനമൊക്കെ വിട്ടു. അപ്പോഴത്തേനും ഡൽഹിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഡൽഹി ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ഉത്തരാഖണ്ഡിലോ ഹിമാചലിലോ എത്താം, മൗണ്ടൻസിൻ്റെ അടുത്തെത്താം. 2 ദിവസം അവധി കൊണ്ട് നമുക്കൊരു ചെറിയ മൗണ്ടനൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആ ഒരു ലെവറേജ് എനിക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. പക്ഷേ ഈ പ്രിപ്പറേഷൻ പ്ലാനിങ്ങും ഒക്കെ ലീവ് എടുത്തും പിന്നെ ജോലി ഇടയ്ക്കുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യേണ്ട ഒരു സാധനമല്ല അത്. കാരണം നമുക്ക് വിദേശീയരൊക്കെ ഒരു എവറസ്റ്റ് കയറാൻ പോകുകയാണെങ്കിൽ ഒരു 1-2 വർഷം മുമ്പേ കഠിനമായിട്ടുള്ള പ്രാക്ടീസുകൾ തുടങ്ങും, കഠിനമായ എക്സസൈസുകൾ തുടങ്ങും. നമുക്ക് എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്താൽ പോലും കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഫ്രം സ്ക്രാച്ചാണ് ബേസിക്കലി ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു ഏതൊക്കെ മലയാളികൾ നേരത്തെ കയറിയിട്ടുണ്ട്. അപ്പോൾ 1-2 പട്ടാളക്കാർ അവരുടെ എക്സ്പെഡീഷൻ്റെ ഭാഗമായിട്ടൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും കണക്ട് ചെയ്ത് എനിക്ക് കിട്ടിയില്ല. ബേസിക്കലി നല്ലൊരു മലയാളിയെ ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. മലയാളിയെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള മലയാളിയെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം തരുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ്റെ പകുതി പോലും ഒരു വിദേശിക്കോ ഒരു വേറൊരു ഭാഷക്കാരനോ തരാൻ പറ്റത്തില്ല. കാരണം ആ കണക്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മലയാളിയെ തപ്പി ഞാൻ ഒരുപാട് നടന്നിട്ടും അങ്ങനെ ഒരു മലയാളി ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് മലയാളി ആവാനുള്ള ശ്രമത്തിലേക്കായിരുന്നു. പിന്നെ കിട്ടിയ ഇൻഫർമേഷനും കിട്ടിയ രീതികളും ഒക്കെ വെച്ചുള്ള ട്രെയിനിങ്, സ്വന്തമായിട്ടുള്ള ട്രെയിനിങ്, മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറുമാരെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും ആൾക്കാർ ഈ മൗണ്ട് എവറസ്റ്റ് കയറാൻ പോകാമെന്ന് പറയുന്നത് പലരും വിശ്വസിച്ചിട്ടില്ല. കാരണം അതങ്ങനെ ഒരു ടാസ്ക്കാണ്. നമ്മൾ ഈ നാട്ടിലുള്ള 99.9% ആൾക്കാർ മൗണ്ട് എവറസ്റ്റിൽ പോയെന്ന് പറഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനും അത്യാവശ്യം പ്രിപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിലും ഇതിൻ്റെ അത്രയും പൈസയോ, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ 1 ലക്ഷം രൂപ മതി, ഇത് പോകാൻ 45 ലക്ഷം രൂപ വേണം. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ 10 ദിവസം നടന്നാൽ മതി, ഇത് 60 ദിവസം എക്സ്പെഡീഷനാണ്, ലൈഫ് ത്രെട്ടണിങ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പലരും വിശ്വസിച്ചില്ല. പിന്നെ സ്പോൺസർമാരെ തപ്പിയുള്ള നടത്തമായിരുന്നു. 45 ലക്ഷം രൂപ ഒരു സാധാരണക്കാരന് റേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി കഠിനമായിട്ട് ഇതിൻ്റെ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫിനാൻഷ്യലി പൈസ കിട്ടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ട്രെയിനിങ്ങിന് ഞാൻ ഇതിനിടയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു, ജോലി ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ ഫാമിലി ഉണ്ട്, അവരെ നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഡ്രീം അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം. 2022 എവറസ്റ്റ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും വലിയ ദേശീയ പതാക, ഇതുവരെ അവിടെ കൊണ്ടുപോയതിൽ വെച്ച് ഏറ്റവും വലിയ ദേശീയ പതാക പറപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 വർഷത്തെ ഓട്ടമായിരുന്നു. അതിൻ്റെ കൾമിനേഷനാണ് 2022 എവറസ്റ്റ് കയറാൻ പറ്റിയത്. ഇനി എവറസ്റ്റ് കയറുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊന്നും വിവരിക്കാമോ നമുക്ക്? എവറസ്റ്റ് കയറുമ്പോൾ ഉള്ളത് അനുഭവങ്ങളൊക്കെ എനിക്കും ആദ്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. എനിക്ക് ആ വർഷം എവറസ്റ്റ് കയറിയേ പറ്റും. കാരണം മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നെനിക്കറിയാം. പലതും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന സ്ഥലമാണ് ഈ മൗണ്ടൻസ്. നമുക്ക് ഞാനത് കയറിയിട്ട് വരും എന്നെനിക്ക് അഹങ്കാരപൂർവ്വം പറഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നവും. അപ്പോൾ എനിക്ക് ഒരാളോട് ഞാനത് കയറിയിട്ട് ഞാൻ കീഴടക്കിയിട്ട് വരും എന്ന് നമുക്ക് വാക്കാലം പറയാമെങ്കിലും നമുക്കത് പറ്റണമെന്നില്ല. അപ്പം അഹങ്കാരം ആദ്യമേ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈഗോ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗണ്ടനിൽ കയറാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് എന്നാൽ അങ്ങനെ ഒരു ഈഗോ എന്ന് പറഞ്ഞ സാധനം എവറസ്റ്റ് ഇപ്പോൾ ഇല്ലായിരുന്നു. സഹായിച്ചവരുണ്ട്, സഹായിക്കാത്തവരുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തവരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഒരുപാട് പേരുടെ പോസിറ്റീവിൻ്റെ ഒരു കൾമിനേഷനായിട്ടാണ് എവറസ്റ്റ് പോകാൻ പറ്റിയത്.